ബാർക്കോഴ വിവാദത്തിൽ കെ.എം. മാണി പ്രതിരോധത്തിലാകുമ്പോൾ കേരള കോൺഗ്രസിൽ നേതൃമാറ്റം സംബന്ധിച്ച് കലഹം രൂക്ഷമാവുകയാണ്. കേരള കോൺഗ്രസിൽ കുടുംബവാഴ്ച നടക്കില്ലെന്ന് ചീഫ് വിപ്പ് പി.സി. ജോർജ്. മാണി രാജിവെച്ചാൽ ജോസ് കെ മാണിക്ക് നേതാവാകാൻ കഴിയില്ലെന്ന് പി.സി. ജോർജ് പീപ്പിളിനോട് പറഞ്ഞു. 69 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമാണ് ജോസ് കെ മാണിയെന്നും പി.സി. പറഞ്ഞു. ജോസ് കെ മാണിക്ക് എത്രയോ സീനിയേഴ്സ് കേരള കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. സി.എഫ്. തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ടി.ജെ. ജോസഫ് ഉൾപ്പെടെ നേതാക്കന്മാർ നിൽക്കുക. അപ്പോ അങ്ങനെ ജോസ് കെ മാണി പിന്നെ ഇതിനെല്ലാം തലപ്പത്ത് കയറ്റി എങ്ങനെ വെക്കാൻ പറ്റും? അങ്ങനെ പാർലമെന്റ് മെമ്പറായി കിടക്കുന്ന ജോസ് കെ മാണി എന്താ ഇവിടെ? അയാള് പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി അങ്ങനെ തുടരാൻ അത്രേ ഉള്ളൂ. അല്ലാതെ 69 ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതിലൊരാളാണ്, മനസ്സിലായില്ലേ? അതിലൊരു ജനറൽ സെക്രട്ടറി മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയർമാനാക്കും. ഇവിടെ വർക്കിംഗ് ചെയർമാൻ കിടക്കുന്നു, ഡെപ്യൂട്ടി ചെയർമാൻ കിടക്കുന്നു, വൈസ് ചെയർമാൻ കിടക്കുന്നു, സീനിയറായ പാർട്ടി ലീഡേഴ്സ് കിടക്കും, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അവിടുത്തെ ഉന്നത നേതാക്കന്മാരെ 6 പേരുടെ കമ്മിറ്റി വേറെ കിടക്കുന്നു. അതായത് എത്രയോ നേതാക്കന്മാരെ കമ്മിറ്റി കിടക്കുക. അതിനെല്ലാം കവിച്ചു വെച്ച് എങ്ങനെ ജോസഫ് മാണി കൊണ്ടുവരാൻ കഴിയും? ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്, രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ മായിൻ ഹാജി, ശ്രീ ആന്റണി രാജു, ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം ബിജു രമേശും പി.സി. ജോർജും കൂടി ടെലിഫോൺ ലൈനിൽ ചേരും. ഏറ്റവും ആദ്യം ഡോക്ടർ തോമസ് ഐസക്കിലേക്ക്. ഡോക്ടർ തോമസ് ഐസക്, എന്തായാലും ഇന്നിപ്പോൾ കോടതിയിൽ തന്നെ AG പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം ശ്രദ്ധേയമാകുന്നത്. കേസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കാരണം ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുമായിട്ട് വരികയാണ് ബിജു രമേശ് എന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത് AG. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസവും പുതിയ തെളിവ് വരികയാണെങ്കിൽ കേസ് ശക്തിപ്പെടുകയല്ലേ വേണ്ടത്? AG പറഞ്ഞ ന്യായം നിങ്ങൾ നീട്ടിക്കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെച്ച് റിട്ടേൺ വരും എന്നുള്ള പ്രതീക്ഷയിൽ പോകാന്നുള്ളത്. പക്ഷേ ഇങ്ങനെ നീളുമ്പോൾ വേറൊരു പ്രശ്നം നടക്കും. കേരള കോൺഗ്രസിലുള്ള ഈ ഐക്യം നിലനിൽക്കണമെന്നില്ല. അതിൻ്റെ ഒരു തുടക്കമാണ് പി.സി. ജോർജിന്റെ ഇന്നത്തെ സംഭാഷണം. അപ്പൊ അതിപ്പോ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു സ്വരച്ചേർച്ച വന്നു കഴിഞ്ഞിരിക്കും. കെ.എം. മാണിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം ഞാൻ പെട്ടെന്ന് വരാം. ഓഡിയോയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീ ജേക്കബ് ജോർജിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് തുടക്കത്തിൽ സൂചിപ്പിച്ച ആ കാര്യമുണ്ട്. ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ കേസിനേക്കാൾ പ്രശ്നങ്ങളാണ് കെ.എം. മാണിക്ക് നേരിടേണ്ടി വരിക. ശരിയാണോ? സ്വാഭാവികമായിട്ടും ജോർജ് അതിനൊരു തുടക്കം കുറിച്ചൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷേ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ചാലും കെ.എം. മാണി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നുണ്ടോ? അത് അപ്പോൾ മുൻകൂട്ടി ചെയർമാൻ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് പി.സി. ജോർജ്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കെ.എം. മാണി രാജിവെച്ചാൽ ആരായിരിക്കണം ചെയർമാൻ? ഏക വൈസ് പ്രസിഡന്റ് ഞാനിവിടെ ഉണ്ടല്ലോ, ഞാനല്ലേ ചെയർമാൻ ആകേണ്ടത് എന്നൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ജോർജിൻ്റെ ആ പൂതി കേരള കോൺഗ്രസ് നടക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ജോർജ് ഇപ്പം തന്നെ കേരള കോൺഗ്രസിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ട ഒരു ഏകാന്ത പഥികനായിട്ടുണ്ട്. UDFിലെ സ്ഥിതി പതാ കോൺഗ്രസ്സുകാരൊക്കെ അദ്ദേഹത്തെ ശത്രുപക്ഷത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും ജോർജിൻ്റെ ഭാവി എന്തെന്ന് കൂടി ഉള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ UDFിനെ കോൺഗ്രസിനെയൊക്കെ പ്രത്യേകം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും പി.സി. ജോർജിൻ്റെ ഭാവി എന്ന് പറയുമ്പോൾ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പം പുഞ്ചിരി മുഖത്ത് കാണുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിൻ്റെ വക്താവാണ് താങ്കൾ. സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ന് AG കോടതിയിൽ പറഞ്ഞൊരു കാര്യം ആണ് ഡോക്ടർ തോമസ് ഐസക് സൂചിപ്പിച്ച് തുടങ്ങിയത്. അതായത് ഈ കേസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, താമസം നേരിടുന്നു, കാരണം പുതിയ തെളിവുകൾ ബിജു രമേശ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് AG ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? സർക്കാരിന് വേണ്ടിയോ കെ.എം. മാണിക്ക് വേണ്ടിയോ? ലാല് പറഞ്ഞതിനകത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ തെളിവുകളല്ല, പുതിയ ആരോപണങ്ങളെന്നാണ് പറഞ്ഞത്. തെളിവുകളും ആരോപണങ്ങളും രണ്ടാണ്. പുതിയ ആരോപണങ്ങൾ. ഇവിടെ ബിജു രമേശ് 83 ദിവസത്തിനു മുമ്പ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിച്ചതിൻ്റെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്
കേരളത്തിലെ വിജിലൻസിനെ ബിജു രമേശിന് വിശ്വാസമില്ലെങ്കിൽ താങ്കളുടെ കൈവശമുള്ള ഹാർഡ് ഡിസ്ക് കോടതിയിൽ ഹാജരാക്കണം. അതിനും താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് അത് കൊടുക്കണം. എങ്ങനെയും ജനങ്ങളുടെ മുമ്പിൽ. ഈ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ വിജിലൻസിൽ ബിജു രമേശിന് വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം കോടതിക്ക് ആ ഡിസ്ക് കൊടുക്കട്ടെ. അതല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൊടുത്ത് അതുവഴി കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ. ഈ ഗവൺമെൻറ് തനിനിറം കേരളത്തിലെ ജനങ്ങളെ അറിയിക്കണം. അതുകൊണ്ട് ആ ഡിസ്ക് എത്രയും വേഗം എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനാണ് ഞങ്ങൾ. അതല്ല അയാൾ ചെയ്യുന്ന. ഓരോ ദിവസവും പത്രത്തിലും ചാനലിലും ഓരോ ആരോപണം ഉന്നയിച്ച് ആരോപണം ഒരു വ്യവസായമാക്കി അയാൾ മാറ്റിയിരിക്കുന്നു. അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. പണ്ട് ഇതുപോലൊരു ആരോപണത്തിന് പിന്നിൽ പോയി മാനഭംഗപ്പെട്ടവരാണ് പ്രതിപക്ഷക്കാർ സരിതയും കൊണ്ട് പ്രതിപക്ഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ബിജു രമേശ് ഇത്രയും 83 ദിവസമായി താങ്കൾ പറഞ്ഞതുപോലെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടും ശ്രീ ബിജു രമേശിന്റെ അടുത്തേക്ക് ഒരു പോലീസുകാരൻ പോലും സുരക്ഷയ്ക്കോ ഒന്ന് എത്തി നോക്കാൻ പോലും പോയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. അതാണല്ലോ ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത്. മെനഞ്ഞാന്ന് കൈരളി ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുമ്പോൾ ഒരു പറ്റം ഗുണ്ടകളുമായിട്ടാണ് ഈ കൈരളി ചാനൽ വന്നത്. നമ്മൾ രണ്ടുപേരും നേരിട്ട് കണ്ട. എന്തിനാ അദ്ദേഹത്തിന് പോലീസ്? അദ്ദേഹം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പോകുന്ന പോലെ സെക്യൂരിറ്റിക്കാർ കൂടെ നടക്കുമ്പോൾ എന്തിനാ 2 പോലീസുകാരെ വെറുതെ വിട്ട് അവരെ കൂടെ മാനഭംഗപ്പെടുത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ആവശ്യത്തിന് സുരക്ഷയുമായിട്ടാണ് പുള്ളി നടക്കുന്നത്. അതുകൂടെ മനസ്സിലായിക്കോ. തിരിച്ചെത്താം. ശ്രീ മായിൻ ഹാജി കൂടി കോഴിക്കോട് സ്റ്റുഡിയോയിൽ. ശ്രീ മായിൻ ഹാജി, സർക്കാരിൻ്റെ ഒരു ഉദ്ദേശം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഒരു പൗരൻ, അത് ബിജു രമേശോ ആരോ ആയിക്കൊള്ളട്ടെ, ഒരു വലിയ ആരോപണം KM മാണി സാറിനെ പോലെ ഒരാൾ ഇത്രയധികം കോടി രൂപ വാങ്ങി എന്നുള്ള ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? ആ അന്വേഷണം നടത്തി ആ പൗരനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് മറ്റ് തെളിവുകൾ ഉണ്ടെങ്കിൽ എടുക്കേണ്ടതല്ലേ ഈ പറയുന്ന വിഭാഗം? അതിന് പകരം ആ AG, ആ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ട AG പോയി പറയുകയാണ് ഈ ബിജു രമേശ് വലിയ ശല്യമാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണോ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്? അല്ലല്ലേ, ഇത് അന്വേഷണമല്ലേ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. AG അഡ്വക്കേറ്റ് ജനറലാണ്. അദ്ദേഹം ഈ ബിജു രമേശിനെ വിചാരണ ചെയ്യാനോ മൊഴിയെടുക്കാനോ അധികാരമുള്ള ഒരു പോലീസ് ഓഫീസറല്ല. AGയുടെ റോള് കോടതിയിലാണ്. നിയമമാണ് AG കോടതിയിൽ വാദിക്കാനുള്ളതും കോടതിയിൽ പറയാനുള്ളതും. അതിൽ AG പറഞ്ഞതിൽ തെറ്റുമില്ലല്ലോ. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ, രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ വിശദമായി പറഞ്ഞല്ലോ. 83 ദിവസമായി ആരോപണം ഉന്നയിച്ചിട്ട്, എന്നിട്ട് ഇന്ന് വരെ അതിൻ്റെ തെളിവ് ഒരു വിശ്വസനീയമായ തെളിവുമായി ചെന്ന് അത് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ഓരോ ദിവസവും പുതിയ ആരോപണം വരിക. ഓരോ ദിവസവും വരുന്ന തെളിവുകൾ എന്ന് പറഞ്ഞ് വരുന്നതൊക്കെ പുതിയ ആരോപണങ്ങളാണ്. ഇതൊക്കെ പുതുതായി കെട്ടിച്ചമയ്ക്കാനും കഴിയുന്നതാണല്ലോ ഈ കാലഘട്ടത്തിൽ. ഈ ഓഡിയോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു യോഗത്തിൽ സംസാരിച്ച ഓഡിയോ ആണ്. അത് നേരത്തെ ഈ ബാർ കോഴ എന്ന് പറയുന്ന ആ സമയത്ത് തന്നെയാണ് എന്നുള്ളതിനെന്താ തെളിവ്? അത് കോടതി പരിശോധിക്കട്ടെ. വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിക്കുന്നത് വിജിലൻസ് എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനം തന്നെയല്ലേ? ഒരുപാട് വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ ഉണ്ടാകുന്നത്. KM മാണി സാറിന്റെ പാർട്ടിയിൽ പ്രശ്നം, ഒപ്പം മുസ്ലിം ലീഗ് തന്നെ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നു. ഇതെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ഈ മദ്യനയത്തിൽ ആലോചന ഇല്ലാതെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതാണ് കോടതിയിൽ തിരിച്ചടി കിട്ടുന്നതിന് കാരണം എന്ന് ഇന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആലോചന ഇല്ലാതെ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് ശരിക്കും ആലോചിക്കാത്തത് കൊണ്ടാണോ, അതോ ഈ നയം കോടതിയിൽ പരാജയപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ ആരെങ്കിലും കരുതിക്കൂട്ടി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണോ ഇങ്ങനെ പരാജയപ്പെടുന്നത്? അല്ല, ലാല് മനസ്സിലാക്കിയെടുത്ത് എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന താങ്കൾ അത് തെറ്റായി മനസ്സിലാക്കിയതാ. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ് സാഹിബ് ഇന്ന് എന്താ പറഞ്ഞത്? ഈ കേസ് ഇന്നലെ സുപ്രീം കോടതി ഒരു കമന്റ് അടിച്ചല്ലോ ഗവൺമെന്റിനെതിരെ. ആ ഒരു കമന്റ് വരാനുള്ള കാരണം ഈ കേസ് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒരു ഇന്ററിം ഓർഡർ കൊടുത്തപ്പോൾ ആ ഇന്ററിം ഓർഡറിനെതിരെ ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുത്തതാണ് ഒരു ആലോചന കുറഞ്ഞ സംഗതി എന്ന്
അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ മായൻ ഹാജി, ഇത് പല കോടതികളിലും തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ 10 ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കേണ്ടതാണ് ഇനിയിപ്പോ സർക്കാർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. അതൊരു ചെറിയ കാര്യമല്ല. ഇന്നലെ സുപ്രീം കോടതി പരാമർശിച്ച ആ കാര്യത്തിലൂടെ, ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലൂടെ നടക്കാൻ പോകുന്നത് അതാണ്. അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസവും ഒക്കെ സുപ്രീം കോടതി പറഞ്ഞതും അങ്ങേക്കറിയാം. കേരളത്തിൽ എന്താണ് നടക്കുന്നത്, അത്ഭുതകരമായ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മദ്യനയത്തെയൊക്കെ വിമർശിച്ചത്. ഈ വിമർശനം കേൾക്കാതിരിക്കാമായിരുന്നു. ആലോചനയോടുകൂടി നിയമത്തിനനുസരിച്ചുള്ള നയവുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ. അവിടെയാണ് സംശയം. ഇപ്പൊ ബാർ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമായതുകൊണ്ട് ഇതെല്ലാം കണക്റ്റഡ് ആണോ? ആരെങ്കിലുമൊക്കെ പൈസ വാങ്ങി ബാർ മുതലാളിമാർക്ക് വേണ്ടി നയത്തിൽ ആലോചനയില്ലാതെ കാര്യങ്ങൾ എടുക്കുന്നതാണോ? ജയിക്കേണ്ടതൊക്കെ തോൽക്കുന്നത് അതുകൊണ്ടാണോ? തിരിച്ചടി ഉണ്ടാകുന്നത് അതുകൊണ്ടാണോ? മുസ്ലിം ലീഗിന് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണോ? ഇതാണ് ചോദ്യം. ലാലെ, മദ്യനയത്തിനെ സംബന്ധിച്ച് ആലോചന ഇല്ലാത്തത് എന്ന് ഒരിക്കലും മുസ്ലിം ലീഗിന് അഭിപ്രായവുമില്ല. മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഈ കേസ് ഒരു ഇൻ്ററിം ഓർഡർ 10 ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ, പുതുക്കി കൊടുക്കാൻ ഒരു ഇൻ്ററിം ഓർഡർ ഉണ്ടായപ്പോൾ ആ ഇൻ്ററിം ഓർഡർ വളരെ വേഗം അഡ്വാൻസ് ചെയ്യിച്ച് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യിക്കുന്നതിന് പകരം ആദ്യം പറഞ്ഞ അടുത്ത ആ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതല്ല എൻ്റെ ചോദ്യം. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അങ്ങനെ പ്രത്യേകം കാര്യങ്ങളായി കാണാൻ പറ്റും. ഇതിനെല്ലാം ഒരു കണക്ഷൻ ഇല്ലേ? കെ എം മാണി സാറിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിന് ആദ്യമുണ്ടായ ബാറിലെ ഈ നയവുമായി മദ്യനയത്തിലുണ്ടായ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് അല്ലേ? ഇതിൻ്റെ എല്ലാം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മാണി സാർ മാത്രം പ്രതിയാകുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ആരോപണ വിധേയനാകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ അത് കേരള കോൺഗ്രസിന് ഒരു പ്രതിസന്ധി ആകുന്നത് മറ്റു ചിലരുടെ പേരുകൾ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടല്ലേ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഇത് വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാനാണ്. ബിജു രമേശ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹം പൂർണ്ണമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം എല്ലാം വെടിവിട്ട് പറയാൻ തയ്യാറല്ല. അത് പതുക്കെ സ്ലോ ഫയറിൽ ചില ലൈംലൈറ്റ് നിൽക്കുകയാണ്. പക്ഷേ ഇന്നിപ്പോൾ ശിവഗിരി മഠം എന്താണ് ബിജു രമേശിനെ പിന്താങ്ങുന്നറിയുന്നത്? ഇനിയിപ്പോൾ അങ്ങനെ വല്ല ഉന്നങ്ങളുണ്ടോ? ഒരു സാമുദായിക രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് ഒരു ചവിട്ടുപടിയായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്, നമുക്കറിയത്തില്ല. ഇവിടെ കെ എം മാണിയാണ് ഇന്ന് ആരോപിതനായി നിൽക്കുന്നത്. അദ്ദേഹത്തിന് നാണം മറക്കാൻ വേറെ ഒന്നുമില്ല, അത്രക്ക് നാണം കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ കൈക്കൂലിയെല്ലാം വാങ്ങിയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അവരുടെ നേരെ ഇതുവരെ തെളിവോ കാര്യങ്ങളോ ഇല്ല. അവരൊക്കെ മേടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇത്ര മേടിച്ചു എന്ന് പറയാൻ ബിജു രമേശ് പോലും തയ്യാറാവുന്നില്ല. ഇതിപ്പോൾ കേരള കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് ഭിന്നിക്കണമെന്നും ചേരിതിരിയണമെന്നും ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ അനിവാര്യമാണ്. മാണിയെ കേന്ദ്രീകരിച്ച് തർക്കം വരുമ്പോൾ ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്നാൽ ആരാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചു തുടങ്ങിയത് എന്നാലോചിച്ചാൽ അത് ഒരു വഴിത്തിരിവായിരിക്കും. അപ്പോൾ യാതൊരു സംശയമില്ല, കേരള രാഷ്ട്രീയം വളരെ സങ്കീർണമായിട്ടുള്ള സുവിശേഷത്തിലേക്ക് പോവുകയാണ്. വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു അസ്വാഭാവികമായിട്ടുള്ള സാധാരണ നടക്കാത്ത പല സംഭവങ്ങളുണ്ടാകും. അതിൻ്റെ തുടക്കമായി തന്നെ ഇപ്പോൾ ആളുകൾ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നതിൻ്റെ കാഴ്ചകളെ കാണാം. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ തന്നെ ഹർത്താൽ നടത്തിയിട്ട് അതിനുശേഷം വേറെ വല്ലതും ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളെ കൂടുതൽ അണിനിരത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് പോകാം. അതിൻ്റെയൊക്കെ പരിമിതിയിൽ ബഡ്ജറ്റോട്ട് വരട്ടെ എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരത്തിലുള്ളൊരു തന്ത്രത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇന്ന് തന്നെ മലപ്പടക്കമൊന്നും പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ പ്രതിഷേധവും തുറന്നു കാണിക്കലും പ്രചാരണവും മുന്നോട്ട് പോയി അത് അടുത്ത ബഡ്ജറ്റ് സമ്മേളനം ആകുമ്പോഴേക്കും ഒരു കൊട്ടിക്കലാശത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായും. ശ്രീ ജേക്കബ് ജോർജ്, ഈ രസകരമായ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് ആരാണ്, ഡോക്ടർ തോമസ് ഐസക് പറയുന്ന പോലെ
എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന ആരുടെയോ തലയിൽ നിന്ന് ഉദിച്ചതാണോ എന്ന് സംശയിക്കാവുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാമായിരിക്കാം. പക്ഷേ ഇതിപ്പോൾ അവിടെയൊക്കെ കടന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ? അതിൽ പെട്ട് എവിടെയാണ് പ്രതിപക്ഷം ഒരുപക്ഷെ തന്ത്രങ്ങളെടുത്ത് മാണി സാറിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മറ്റാ ഒളിഞ്ഞിരിക്കുന്ന ആളുകൾ അതിൻ്റെ പിന്നാലെ എത്തിക്കോളുമെന്ന ഒരു വിചാരമായിരിക്കും അവർക്കുണ്ടാകുക. ഇത് ഏറ്റവും വലിയ ദോഷമായി ഭവിക്കാൻ പോകുന്നത് എവിടെയാണ്? അത് KPCCക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് എത്രമാത്രം, UDF ഇത് എത്രമാത്രം ബാധിക്കും? അല്ല, രസകരമാണോ എന്ന് ചോദിച്ചാൽ അത് തന്നെ ഇത്തിരി കൈയായിപ്പോയി. പലരും കിടന്ന് പെടയുകയാണ്. അതെ, എനിക്ക് പ്രാണവേദന, നമുക്കിവിടെ ലാലിന് രസകരം എന്നൊക്കെ പറയുമ്പോൾ ചാനലുകാർക്ക് രസമായിരിക്കും. രാഷ്ട്രീയം വളരെ കൗതുകകരമായ ഒരു തലമാണ്. ആ കൗതുകം എന്ന് പറയുമ്പോഴേ ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവമാണ്. എന്ത് സംഭവിക്കാം? ഇത് വളരെ ഇന്നിപ്പോൾ കേരള ഗവൺമെൻറ്റിൽ UDFൽ വളരെ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പം ഇന്ന് AG പറഞ്ഞ എന്തിനാ CBIക്ക് വിടണമോ വേണ്ടയോ എന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ഹൈക്കോടതി ബെഞ്ചിലാണ് AG ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു. എന്തായിരിക്കും ഹൈക്കോടതി വിധി? CBI അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചേറിപ്പോയില്ലേ? ബിജു രമേശ് നമ്മുടെ കൂടെ ഇരുന്ന്, ഉണ്ണിത്താനും ഞാനും കൂടെ ഇരുന്നപ്പോൾ ബിജു രമേശ് പറഞ്ഞതാണ്, 4 കോൺഗ്രസ് മന്ത്രിമാർക്ക് ഞങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ട്, ഒത്തിരിയും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയത്തില്ല, കാരണം അവരാണ് ഞങ്ങളെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്, എന്നെ സംരക്ഷിക്കുന്നത് അവരാണ് എന്നാണ് ബിജു ഇവിടെ ഇരുന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു CBI അന്വേഷണം വന്നാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാരൊന്നും അല്ല, BJP സർക്കാരാണ്. കാര്യങ്ങൾ ഇവിടെയെങ്ങും നിൽക്കത്തില്ല, മാണിയിൽ ഒതുങ്ങത്തുമില്ല. അതാണ് സ്ഥിതി. പെട്ടെന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ പറഞ്ഞ പോലെ ബിജു രമേശ് ഇങ്ങനെ 82-83 ദിവസമായി കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ് എത്ര ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ പറയുന്ന കോൺഗ്രസ് മന്ത്രിമാർ അവിടെ ഉണ്ട് എന്നുള്ളത് ബിജു രമേശിന് ഇപ്പം പറയാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത്, അദ്ദേഹത്തിന് ഒരു പ്രൊട്ടക്ഷൻ അതുവഴിയാണ് കിട്ടുന്നത് എന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമുള്ളത്, AG ഇന്നിപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നേരെ തന്നെ അല്ലേ തിരിയുക കാര്യങ്ങൾ? അല്ലേ, ഇതിപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ തന്നെ ജേക്കബ് ജോർജും പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ കോൺഗ്രസിനെതിരെയുള്ളതാണ്. ഉത്തരം പറയണേ അതിൻ്റെ സമയം വേണം. ആദ്യമായിട്ട് ശ്രീ ഇവിടെ ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ശിവഗിരിയെക്കുറിച്ച് പറഞ്ഞു. ശിവഗിരിക്ക് ശിവഗിരിയുടേതായ രാഷ്ട്രീയമുണ്ട്. കാരണം വെള്ളാപ്പള്ളി നടേശനെതിരാണ് ശിവഗിരി. അവർ ഗോകുലം ഗോപാലിനെയും അതുപോലെ തന്നെ രാജ്കുമാർ ഉണ്ണിയെയും ഇവരെല്ലാം ഒരു ധർമ്മ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ശിവഗിരി. അപ്പോൾ സ്വാഭാവികമായി ശിവഗിരിയിലെ പ്രകാശാനന്ദ സ്വാമി വന്ന് ബിജു രമേശിനെ കണ്ടതിനൊന്നും ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ല. കാരണം ശിവഗിരിയിൽ വെള്ളാപ്പള്ളി നടേശന് എതിരായ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഇവർ അനുകൂലമായ സമീപനത്തിലാണ് ഗോകുലം ഗോപാലൻ, ബിജു രമേശ് അതുപോലെ രാജ്കുമാർ ഉണ്ണി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെയാണ് അവർ സഹായിക്കുന്നത്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അവർ പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ. അത് മാത്രം അതിൻ്റെ ഗൗരവം ഞാൻ അത്രേ കാണുന്നുള്ളൂ. പിന്നെ ഈശ്വരൻ തെറ്റ് ചെയ്താൽ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സ്വദേശാഭിമാൻ രാമകൃഷ്ണയുടെ പിൻതലമുറക്കാരനാണ് ജേക്കബ് ജോർജ്. അദ്ദേഹം ഒരു ബാർ വ്യവസായി പറഞ്ഞത് മുഖവിലേക്കെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സർക്കാരിന്റെ ലൈസൻസ് വാങ്ങിച്ചല്ലേ ഈ ബാർ മുതലാളി? തീർച്ചയായിട്ടും അത് കുറച്ചല്ലോ കാണുന്നത്. ലാലിനുള്ള കുഴപ്പം ഇതാണ്, നമ്മളൊരു കാര്യം പറയാൻ ലാൽ സമ്മതിക്കില്ല. എന്നാ പിന്നെ ഞാൻ മിണ്ടാതിരിക്കാൻ ലാല് സംസാരിച്ചോ? ഇല്ല, എന്നെ വിളിച്ചാൽ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് അനുവാദം ഞാനില്ല. അപ്പോ ഇതാ ഞാൻ പറഞ്ഞ, ഇവിടെ CBIക്ക് വിട്ടാൽ ഇവിടെ മഹാകാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇത് ബേസിക്കായിട്ട് ഈ ബാർ ഇഷ്യൂവിൽ ഒരു പ്രശ്നമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരള ഗവൺമെൻറ് ഒരു മദ്യനയം രൂപീകരിച്ചിട്ടുണ്ട്. ആ മദ്യനയത്തെ കേരളത്തിലെ ബാർ വ്യവസായികൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ പോയി അവരെ തള്ളി, ഡിവിഷൻ ബെഞ്ചിൽ പോയി അവരെ തള്ളി, സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ആ ഹർജി കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലേക്ക് തിരിച്ചയച്ചിട്ട് പറഞ്ഞു 2 കൂട്ടരുടെയും വാദം കേട്ട് ഇതിനകത്തൊരു തീരുമാനമെടുക്കണം. അപ്പോൾ കേരള ഗവൺമെൻറ് മദ്യനയത്തിനെതിരെ മദ്യവ്യവസായികൾ കോടതിയിൽ കൊടുത്ത ഒരു ഹർജി ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ പരിഗണന ഇരിക്കുകയാണ്. ആ സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പല ഓർഡറുകൾക്കും വേണ്ടി ഗവൺമെൻറ് പോയിട്ടുണ്ട്. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, ഒരു ഇൻ്ററിം ഓർഡർ സ്റ്റേ ആണ് സുപ്രീം കോടതി പോയത്. അപ്പോൾ കോടതി ഇതിൻ്റെ വിശദമായ പല നിരീക്ഷണങ്ങൾ നടത്തും, പല വിമർശനങ്ങൾ നടത്തും. പക്ഷേ ഇവിടെ കുറേ ബാറുകൾക്ക് സുപ്രീം കോടതി അനുമതി കൊടുത്തിട്ടുണ്ട്. 5 സ്റ്റാർ, 4 സ്റ്റാർ, ഹെറിറ്റേജ് ഇന്നലെ കൊടുക്കുമ്പോഴെല്ലാം സുപ്രീം കോടതി പറഞ്ഞു ഒരു കാര്യം ലാല് മനസ്സിലാക്കണം, ഇതെല്ലാം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന ജുഡീഷ്യൽ സ്ക്രൂട്ടണിയുടെ വിധിക്ക്
വിധേയമായിട്ടായിരിക്കും. ആ വിധി കേരള ഗവൺമെന്റ് അനുകൂലമാണെങ്കിൽ ഈ സുപ്രീം കോടതി അനുവദിച്ച സകല ബാറും പൂട്ടും. അതെതിരാണെങ്കിലോ സുപ്രീം കോടതി പറഞ്ഞു. തിരിച്ചാണെങ്കിൽ അപ്പൊ ചർച്ച ചെയ്താൽ പോരെ. തിരിച്ചു വരുമ്പോ ശരി തിരിച്ചെത്താം. ഇപ്പൊ ഡോക്ടർ ബിജു രമേശ് തന്നെ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ ബിജു രമേശ്, 83 ദിവസമായി 4 മന്ത്രിമാരുടെ പേര് പറയുന്നില്ല. ഇന്ന് ശിവഗിരി മഠത്തിൽ നിന്ന് താങ്കളെ കാണാൻ ആരൊക്കെയോ എത്തിയതായുള്ള വാർത്തകൾ. ഇതൊക്കെ ആണ് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഇന്ന് AG കോടതിയിൽ പറഞ്ഞ ആ ഒരു കാര്യം താങ്കൾ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നു. ഈ കാര്യങ്ങൾ പുതിയ തെളിവുമായി ഇങ്ങനെ 4 പേരുടെ പേരും കൂടി പറയാതിരിക്കുന്നതാണ് AGക്കും ഇഷ്ടപ്പെടാത്തത്. എന്താണ് ഈ വിമർശനങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം? ഒന്നാമത്, ശിവഗിരി മഠത്തിൽ സ്വാമി വന്നത് എനിക്കൊരു ആത്മീയമായി ശിവഗിരി മഠത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പറയുന്നതിലേക്ക് വേണ്ടിയാണ് എത്തിയത്. അതിൽ ഞാൻ ഗുരുദേവനോട് ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്, അതിനു മുമ്പ് തന്നെ തലേ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു. അപ്പൊ സത്യത്തിന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള വസ്തുതയാണ് അതിന്റെ കാലിൽ കാണുന്നത്. മൂന്നാമത്, ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലഘട്ടമായിട്ട് നമ്മൾ ബിയർ ആൻഡ് വൈൻ വരുന്നതിന് 2 ആഴ്ച മുമ്പായിട്ട് സ്ഥിരം ചാനലിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ടായിരുന്നു, ഒരു ബിയർ ആൻഡ് വൈൻ പാർലർ പോലും ഇവിടെ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് കടിച്ച പൊട്ടുന്ന ശബ്ദത്തിൽ അത് പറയുന്ന ഞങ്ങളല്ല ഇവിടെ കേരളത്തിൽ ജനത മൊത്തം കേട്ടിരുന്നതാണ്. അപ്പൊ അവരെ മൊത്തം വിഡ്ഢികളാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ബിയർ ആൻഡ് വൈൻ പാർലർ കൊടുത്തത്? അപ്പൊ അതൊക്കെ ഒരു സെറ്റിൽമെന്റിന്റെ പാർട്ട് അല്ലെന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പറയാൻ പറ്റുമോ? ഞങ്ങൾ ആരെങ്കിലും പോയി ബിയർ ആൻഡ് വൈൻ തരണേ എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ ഒരു സെറ്റിൽമെന്റുകൾ നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ സെറ്റിൽമെന്റ് പാർട്ട് ഓഫ് ദ സെറ്റിൽമെന്റിലാണ് ബിയർ ആൻഡ് വൈൻ കൊടുത്തത്. എല്ലാ ചാനലുകളിലും ആവർത്തിച്ച് വക്താവ് പറയുന്നു, ഒരു കാരണവശാലും ഒരിടത്ത് പോലും ബിയർ ആൻഡ് വൈൻ അല്ല, ഇനി പുതുതായി ഒന്നും തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ വളരെ ഘോരഘോരം പറയുന്നു. അതൊക്കെ പറയുകയും തിരിച്ചു വന്നിരുന്നു. യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അടുത്ത സബ്ജക്റ്റിലേക്ക് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞതായിരിക്കണം. പിന്നെ എങ്ങനെ തുറന്നുവെന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അതൊന്ന് വ്യക്തമാക്കി തരണം. എന്തിന്റെ അടിസ്ഥാനത്തിൽ തുറന്നു തന്നു? ഈ പറയപ്പെടുന്ന വൃത്തിഹീനം എന്ന് പറയപ്പെടുന്ന നിങ്ങൾ വൃത്തിഹീനമായത് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത 418 എന്ന ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് സംസാരിച്ചുള്ളത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ വൃത്തിഹീനമായ ബാറുകളിൽ 418 വൃത്തിഹീനമായ ബാറുകളിൽ ബിയറും വൈനും കുടിച്ചാൽ അത് വൃത്തിയുള്ളതായി മാറുമോ? എനിക്കറിയാം, ജനങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം വൃത്തിഹീനമെന്ന് പറഞ്ഞില്ലേ കൂട്ടിച്ചത്? ശ്രീ രാജ്മോഹൻ, മദ്യനയത്തിലെ ആ വികലതയാണ് കോടതി പോലും ചൂണ്ടിക്കാട്ടിയത്. ഞാൻ പറയട്ടെ, എനിക്കിപ്പോ ബിജു രമേശിന്റെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയൊന്നുമില്ല. അവസ്ഥ എത്തിയതുകൊണ്ടാണ് ഞാൻ ഒരു എവിഡൻസ് കൊണ്ട് ഇതുവരെ പോയില്ലായിരുന്നു. പെട്ടിയിലാക്കി സീൽ വെക്കുന്ന രീതിയിലേക്കുള്ള ഡോക്ടർ ബിജു രമേശ് ഒരു മിനിറ്റ് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീ ജേക്കബ് ജോർജും ഞാനുമായിട്ട് കേരളത്തിലെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കേരളത്തിലെ ഒരുപാട് ചാനലിൽ ഒരുമിച്ച് പങ്കെടുത്ത ആളാണ്. ഈ 418 ബാറുകൾ പൂട്ടുന്നതിന് മുമ്പുള്ള എൻ്റെ നിലപാടും പൂട്ടിയതിനു ശേഷമുള്ള നിലപാടും ജേക്കബ് ജോർജ് നന്നായിട്ടറിയാം. കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ച മദ്യനയത്തിന് അനുകൂലമായിരുന്നു ഞാൻ. ശ്രീ VM സുധീൻ എടുത്ത നിലപാടിന് അനുകൂലമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിൽ ബിയർ വൈൻ പാർലർ കൊടുക്കുന്നതിനെക്കുറിച്ച് UDF-ൽ ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു നിലപാട് KPC വക്താവ് എന്ന നിലയ്ക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ ബിയറും വൈനും പാർലറുകൾ അനുവദിക്കുന്നുള്ള വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് അനുവദിച്ചതിനെ പാർട്ടിയും ഗവൺമെൻറ്റുമായി ഒരു കൺഫ്രണ്ടേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സമ്മതിച്ച്. പിന്നെ ഞാൻ മലീമസമായ സാഹചര്യം, വൃത്തിഹീനമായ സാഹചര്യം ഇത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതല്ല. എക്സൈസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സുപ്രീം കോടതിയുടെ ഒരു പരാമർശം. അതിനുശേഷം ഈ ബാറുകൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി ഇതെല്ലാവരും നന്നാക്കി 2 സ്റ്റാറും 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ ആക്കി. പിന്നെ ഇതിനകത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടുകൾ ചാനൽ വന്നിരുന്ന് പറയുമ്പോൾ ബിജു രമേശിന് പ്രത്യേകിച്ച് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല. എൻ്റെ പാർട്ടിയും എൻ്റെ മുഖ്യമന്ത്രിയും ഉണ്ണിത്താൻ പറയുന്ന നിലപാട് അനുകൂല. പക്ഷേ ബാറുകാർക്ക് വേണ്ടി സംസാരിക്കുന്ന ബിജു രമേശിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വ്യവസായത്തിലെ ബാറുകാരുണ്ടോന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ ഇമേജ് മാറിക്കോട്ടെ. അതിപ്പോ നിങ്ങൾ ഇമേജ് ഞങ്ങളുടെ കുറച്ചോ അയാളെ കൂട്ടിക്കോ, അതൊന്നും എനിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ശരിയല്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞാൽ, KPC പ്രസിഡന്റ് പറഞ്ഞാൽ ഈ പണി അന്ന് ഞാൻ നിർത്തും. ഒരു കാര്യൂടെ, ബാർ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ബിജു രമേശ് പറയുന്നതല്ല ബാർ വ്യവസായയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ പണി നിർത്തും. എനിക്കറിയണം. ബിജു രമേശ് ഇപ്പോൾ ഒരു ഒത്തീർപ്പിന്റെ കാര്യം പറഞ്ഞു. അതായത് ഒരു തീർപ്പിന്റെ ഭാഗമായിട്ടാണ് ബിയർ വൈൻ പാർലർ അനുവദിച്ചത്. പ്രിയപ്പെട്ട ഉണ്ണിത്താൻ,
പ്രിയപ്പെട്ട ഉണ്ണിത്താൻ, ഈ മാർച്ച് കടന്നു കഴിയുമ്പോൾ കേരളത്തിലെ 418 പ്ലസ് 312 ആകെ 700 അല്ലേ? കണക്ക് ശരിയല്ലേ? 700 ബാർ. ഈ 700 ബാറിലും ബിയർ വൈൻ പാർലർ എന്നതിന് പകരം ഫുൾ ബാർ, അതായത് ഹാർഡ് ലിക്കർ, വിസ്കിയും ബ്രാൻഡിയും വോഡ്കായും ജിന്നും എല്ലാം വിൽക്കുന്ന ബാറിലായിട്ട് മാറില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. എൻ്റെ ബലമായ സംശയം ഈ ഒത്തീർപ്പിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ ബിജി രമേശ് പറഞ്ഞ ഒത്തീർപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഏപ്രിൽ 1-ാം തീയതി അടുത്ത സാമ്പത്തിക വർഷം മുഴുക്കൻ ബാറുകൾ കേരളത്തിൽ തുറക്കും. അങ്ങനെ എങ്ങാനും തുറന്നാൽ ഞാൻ ഈ പണി നിർത്തുന്നു ശ്രീ രാജമോഹൻ ഇനി പറയും. ലാല് ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. താങ്കളെക്കാൾ നന്നായി മലയാള ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ ആളുകളെ തിരിച്ച് കളിയാക്കിയ താങ്കൾ അവിടെ ഇരിക്കില്ല. അതുകൊണ്ട് വടി കൊടുത്ത് അടി വാങ്ങിക്കരുത്. വളരെ പച്ചയ്ക്ക് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ മലയാള ഭാഷ നന്നായിട്ട് മനസ്സിലാവും. ലാലിന്റെ ഈ ഹാസ്യരു നിങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത് ആങ്കറിങ്ങിനാണ്. അപ്പോ നിഷ്പക്ഷമായ ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കണം. ഒരു പാർട്ടിയുടെ വക്കാലത്തുമായിട്ട് വന്നെങ്കിൽ നമുക്ക് ആ രീതി സംസാരിക്കാം. ജേക്കബ് ജോർജ് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട് മദ്യനയത്തെ സംബന്ധിച്ച് ബാർ വ്യവസായികളും ഗവൺമെന്റുമായി. ആ സ്ക്രൂട്ടിനിയുടെ വിധി വരുന്നത് വരെ അതിന് വിധി വന്നിട്ട് നമുക്ക് അന്നും കൈരളി ചാനൽ പൂട്ടാനും പോകുന്നില്ല, രാജ്മോഹൻ രാഷ്ട്രീയം നിർത്താനും പോകുന്നില്ല. നമുക്ക് അപ്പൊ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ ശ്രീ ജേക്കബ് ജോർജ് ചോദിച്ച ഒരു സെറ്റിൽമെന്റിന്റെ കാര്യം അതൊന്ന്. രണ്ടാമത് ശ്രീ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞു KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിൽ ഇനി അങ്ങോട്ട് ഒരു കോൺഫ്രണ്ടേഷൻ വേണ്ടെന്ന് പറഞ്ഞൊരു ഒത്തുതീർപ്പിലായി. ഈ ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഓരോന്നും പറയുന്നത്. ലാലേ, ഞാൻ പറയുന്നത് വളച്ചൊടിച്ച് പ്രേക്ഷകരിലെത്തിക്കരുത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മദ്യനയത്തിന്റെ കാര്യത്തിൽ KPCC പ്രസിഡന്റ് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രായോഗികമായ ചില സമീപനം വേണം. ഇവിടെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് തോമസ് ഐസക് ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. സകല ചച്ചലും ഈ ജേക്കബ് ജോർജും ഇദ്ദേഹവും വന്ന് പറഞ്ഞത് കേരളത്തിൽ ഈ ബാർ വ്യവസായം പൂട്ടിയത് വഴി ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കണം. പറഞ്ഞില്ലെന്ന് പറയട്ടെ. നമ്പർ 2, ടൂറിസം തകരാൻ പോകുന്നു, ടൂറിസ്റ്റുകൾ വരില്ല. ആ ടൂറിസം വ്യവസായം നിലനിർത്തണം. അപ്പൊ ടൂറിസം നിലനിർത്തണമെങ്കിൽ, അതുപോലെ തന്നെ പിന്നെ ജോലി നഷ്ടപ്പെട്ടവർ ജോലി കൊടുക്കണമെങ്കിൽ ബിയർ വൈൻ പാർലർ കൊടുക്കേണ്ട ഗതി. ഒരു മറുപടി. ഈ വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഈ 418 തുറക്കാൻ അനുവാദം കൊടുക്കണമെന്നാണ്. അത് മെച്ചപ്പെടുത്താൻ, നിലവാരം ഉയർത്താനുള്ള സമയം അനുവദിച്ചുകൊണ്ട് ഇവയ്ക്ക് ലൈസൻസ് നൽകണം. അതല്ലേ എക്സൈസ് മന്ത്രി ക്യാബിനറ്റിൽ കൊണ്ടുവന്നത്? ഇന്നിപ്പോൾ കാര്യം അവിടെ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇതാണ് അവിടെ തന്നെ വന്ന് നിൽക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അതിൻ്റെ പിന്നിൽ കോഴ, ഒത്തുതീർപ്പ് ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ആക്ഷേപം. നിങ്ങൾക്ക് യുക്തിസഹമായിട്ട് ഈ തലകീഴ് മറിച്ചലിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ആദ്യം പറയുന്നു ഈ 418 തുറക്കട്ടെ, അതിന് സാവകാശം കൊടുക്കാം. പിന്നെ പറയുന്നു ഒന്നും തുറക്കേണ്ടതില്ല കേരളത്തിൽ എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു തുറന്നോട്ടെ എന്നുള്ളത്. എങ്ങനെ നിങ്ങൾക്ക് യുക്തിയുക്തമായിട്ട് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത്? അല്ലല്ല, അത് ശ്രീ തോമസ് ഐസക് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. 418 ബാറുകൾ പൂട്ടുന്നതിനെക്കുറിച്ചാണ്, പൂട്ടിക്കിടക്കുന്നത് തുറക്കാതിരിക്കുന്നതിനെ കുറിച്ചാണ് പാർട്ടി ചർച്ച നടന്നത്. അപ്പോൾ സ്വാഭാവികമായി ആ ചർച്ച വളരെ സീരിയസ് ആയി. മുന്നണി അത് അംഗീകരിച്ചു. മുഖ്യമന്ത്രി കുറെ കൂടി കടത്തി 730 ബാറുകൾ പൂട്ടി. ഇനി ഞാൻ ഒരു കാര്യം അങ്ങയോട് പറയാം. കേരളത്തിലെ 730 ബാറുകളിൽ ഈ ബിയറും വൈനും കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ബിയർ വൈൻ ബാറിന് 4 ലക്ഷം രൂപയും മറ്റേതിന് 23 ലക്ഷം രൂപയല്ലേ ഫീസ്. അപ്പോൾ കേരളത്തിലെ 730 ബാറുകളിൽ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ കച്ചവടം നിർത്തിയതിനെ നിങ്ങളൊന്ന് സ്വാഗതം ചെയ്യണം ദയവായിട്ട്. അത് നിങ്ങളില്ലെന്ന് പറയരുത്. അവിടെയൊക്കെ ബിയർ വൈനാണ്. പിന്നെ 2, സുപ്രീം കോടതി ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറഞ്ഞ എന്താ? 5 സ്റ്റാർ ഹോട്ടലിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി 4 സ്റ്റാറും 3 സ്റ്റാറും ഹെറിറ്റേജും അതും ഒരേ കാറ്റഗറിയിൽ പെടുന്നു, അതുകൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒരു തീരുമാനം സുപ്രീം കോടതി ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ വന്നാൽ കേരളത്തിലെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കാൻ തീരുമാനിച്ച ബാറും കേരളത്തിൽ ഇനി ഇന്ത്യൻ മെയ്ഡ് ഫോർ ലിക്കർ 1 സ്റ്റാർ ഹോട്ടലും വിൽക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. എന്നാലും ഈ അടച്ചിട്ട ബാറുകളിൽ ഇന്ത്യൻ മെയ്ഡ് ഫോർ ലിക്കർ, ഇത് നയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഇപ്പൊ നേരിടുന്നതിന്റെ ഫലമായി കണ്ടെത്തുന്ന ഉത്തരം. ഉണ്ണിത്തൻ പറഞ്ഞത് സുധീറിന്റെ അഭിപ്രായമാണ്, മുഖ്യമന്ത്രിയുടെ അഭിപ്രായമല്ല. മുഖ്യമന്ത്രിയുടെ
രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മുമ്പിൽ പറഞ്ഞത് മാത്രം മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് ഉണ്ണിത്താൻ ഇപ്പൊ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്ന് പറയട്ടെ. ഞാൻ ഓരോ ചർച്ചയ്ക്കും പങ്കെടുക്കാൻ വരുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ച്, പാർട്ടി പ്രസിഡന്റിനെ വിളിച്ച്, രമേശ് ചെന്നിത്തലയെ വിളിച്ച് എന്താണ് ചർച്ച ചെയ്യണമെന്ന് ചോദിച്ചിട്ടാ വരുന്നത്. അതുകൊണ്ട് എന്റെ ചർച്ചയിലെ ഒരു അഭിപ്രായവും പാർട്ടിയുടെ അല്ലെന്ന് പറയരുത്. ഞാൻ എതിർക്കും. പക്ഷേ ഡോക്ടർ തോമസ് ഐസക് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? കോടതി വിധി എതിരാണെങ്കിൽ ഞങ്ങൾ എല്ലാ ബാറും 5 സ്റ്റാർ അടക്കം കേരളത്തിൽ പൂട്ടും. എവിടെ പറഞ്ഞു? ഞങ്ങൾ കേൾക്കട്ടെ. ഞാൻ പറയാം എവിടെ പറഞ്ഞു? കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയാമെങ്കിൽ അങ്ങ് പറയുന്ന പണി ഞാൻ ചെയ്യാം. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ KPCC പ്രസിഡന്റിന് മദ്യനയത്തിലുള്ള അതേ അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതുകൊണ്ടും കേരളം ഭരിക്കുന്നത് ഒരു UDF സംവിധാനമായതുകൊണ്ടും ചില പ്രായോഗികമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. മദ്യനയത്തിൽ KPCC പ്രസിഡന്റ് നിലപാട് തന്നെയാണ് എന്റെ നിലപാടും. മുഖ്യമന്ത്രി പറഞ്ഞില്ലെന്ന് പറയട്ടെ. രാജ്മോഹൻ ഇങ്ങനെ വാദിക്കല്ലേ. ഞാൻ ഇതിനെ നിഷേധിക്കുന്നില്ല. മുഖ്യമന്ത്രി ഈ പറഞ്ഞതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കോടതി വിധി ഞങ്ങൾക്കെതിരാണെങ്കിൽ കേരളത്തിൽ 5 സ്റ്റാർ അടക്കം മുഴുവൻ ബാറുകളിലെയും ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഞങ്ങൾ നിരോധിക്കും. അതെപ്പോ മുഖ്യമന്ത്രി വരുന്നത്? ആ മുഖ്യമന്ത്രി നിലപാട് അതല്ലെന്ന് ഞാൻ ഇപ്പൊ തന്നെ ബഹുമാന്യനായ ശ്രീ തോമസ് ഐസക്കിനോട് പറഞ്ഞു. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ മായൻഹാജി അങ്ങ് കുറെ നേരമായി അങ്ങയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇവിടെ ഡോക്ടർ തോമസ് ഐസക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ മുഖ്യമന്ത്രിയും സുധീരനും പറഞ്ഞ കാര്യത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങയുടെ പാർട്ടി ഇടക്കാലത്തുണ്ടായ ചർച്ചകളിൽ സുധീരൻ പറഞ്ഞ മദ്യനയത്തിന് ഒപ്പമായിരുന്നു. പിന്നീട് പല ചർച്ചകളിലും മുഖ്യമന്ത്രി അതിനോട് യോജിപ്പിലെത്തിയതിനെ അനുകൂലിച്ച് വന്ന ഒരു സന്തോഷഘട്ടത്തിലേക്ക് അങ്ങ് എത്തുകയും ചെയ്തു. ഒത്തുതീർപ്പിലെത്തിയതിനെ കുറിച്ചുള്ള സന്തോഷത്തിലേക്ക്. എന്തുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ 2 ധ്രുവങ്ങളിൽ നിൽക്കേണ്ടി വന്നത്? നിങ്ങളെപ്പോലുള്ളവർ ആശങ്കയിൽപ്പെട്ടത് എന്തുകൊണ്ടാണ്? അല്ല, ഞങ്ങൾക്കൊരു മദ്യനയമുണ്ട്. ഞങ്ങൾ മദ്യത്തിനെതിരായ എല്ലാതരം മദ്യത്തിനും. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെ നിലപാടും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊരു യോജിപ്പുണ്ടായത്. അല്ലാതെ ഞങ്ങൾ KPCC പ്രസിഡന്റിന്റെ നയത്തിനോട് അനുകൂലം, മുഖ്യമന്ത്രിയുടെ നയത്തിനോട് എതിര് എന്നുള്ളതില്ല. ഞങ്ങൾ മദ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്നുമുള്ള നിലപാട്, ഏത് കാലത്തുമുള്ള നിലപാടാണ് ഇപ്പോഴുമുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ബിയർ വൈൻ പാർലർ തുടങ്ങാനുള്ള തീരുമാനത്തെ ഞങ്ങൾ ശക്തിയായി എതിർത്തത്. ക്യാബിനറ്റിൽ പോലും എതിർപ്പ് രേഖപ്പെടുത്തിയതിൻ്റെ കാരണം അതല്ലേ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് മദ്യനയത്തിൽ അദ്ദേഹവും ഞങ്ങൾ ഒരേ അഭിപ്രായക്കാരാണ്. എന്തായാലും മദ്യം ഒരു സാമൂഹ്യ തിന്മയാണ്. ആ സാമൂഹ്യ തിന്മ ഈ നാട്ടിൽ നിന്നും നാട് കടത്തണമെങ്കിലേ ഈ സമൂഹം നന്നാവുകയുള്ളൂ എന്ന ഉറച്ച അഭിപ്രായം തന്നെ ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും അതിനെതിരെ വരുന്ന, അത് ലഘൂകരിക്കുന്നതും അത് ഏത് രൂപത്തിൽ അതിനെ മാറ്റമുണ്ടാക്കുന്നതിനും ഞങ്ങൾ അതിനെതിരാണ്. തീർച്ചയായിട്ടും തിരിച്ചെത്താം ശ്രീ മായൻഹാജി. ശ്രീ ഡോക്ടർ ബിജു രമേശ്, അങ്ങയോട് ചോദിക്കാൻ നേരത്തെ ഉദ്ദേശിച്ച ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചർച്ച വഴിമാറിപ്പോയി. ഇന്നിപ്പോൾ അങ്ങ് ചില മാധ്യമങ്ങളിൽ വരുന്ന, ഇപ്പോൾ നമ്മളതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി ഈ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാനം ഇത്, ഒന്നാമത് അഡീഷണൽ DGPയെ പ്രൊമോട്ട് ചെയ്ത് മാറ്റുന്നത് തന്നെ കേസ് അട്ടിമറിക്കലിന്റെ പ്രധാനപ്പെട്ട ഇതാണ്. കാര്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ശക്തമായി മുഖ്യമന്ത്രിയോടും ഹോം മിനിസ്റ്ററോടും പറഞ്ഞു നിന്നത് ഈ അഡീഷണൽ DGPയുടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നത്. അതുപോലെ കേസിന്റെ അന്വേഷണത്തിൽ അദ്ദേഹം അതിന്റെ പുരോഗതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതലായി ഇടപെടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിയാൽ മാത്രമേ കേസ് അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനും അട്ടിമറിക്കാനും കഴിയുള്ളൂ എന്ന വസ്തുതയും അതിനകത്തുണ്ട്. അതുപോലെ AG കോടതിയിൽ പറഞ്ഞത്, ഞാൻ ഒരു പ്രാവശ്യമേ തെളിവ് കൊടുത്തുള്ളൂ. അവർ എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ചയോട് കേസ് കംപ്ലീറ്റ് പെട്ടിയിലാക്കി ആണി വെക്കാനുള്ള പദ്ധതിയായിരുന്നു തോന്നുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഈ സാക്ഷികളെ പോലും സമ്മർദ്ദം ചെലുത്തി മൊഴി മാറ്റി പറയിപ്പിക്കുന്ന അവസ്ഥ, മുഖ്യമന്ത്രിയുടെ അവിടുത്തെ സാക്ഷികളെ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം വളരെ വിശദമായിട്ടുള്ള, ഈ ആരൊക്കെ സമ്മർദ്ദം ചെലുത്തുന്നു ഉള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ വിജിലൻസിന് കൊടുത്തതിനകത്തുണ്ട്. അവർക്ക് അത് വെച്ചിട്ട് വേണമെങ്കിൽ അവരെയും ചോദ്യം ചെയ്യാം. പക്ഷേ ശ്രീ ബിജു രമേശ്, ഇപ്പോ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ പേരുകൾ താങ്കൾ പറയാതിരിക്കുന്നതാണ് പലർക്കും സംശയം വരുന്നത്. ആ കാര്യങ്ങളിൽ താങ്കൾ എന്താണ് ഇപ്പോ ആലോചിച്ചിരിക്കുന്നത്?
ഹലോ ഡോക്ടർ ബിജു രമേശ്, മറ്റുള്ള ആളുകളുടെ പേര് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലുള്ള മറ്റാളുകളുടെ കൂടി പേരുകൾ താങ്കൾ പറയാത്തതിലാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ താങ്കളെ 83 ദിവസവുമായി താങ്കൾ ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ദിവസം ചർച്ചയ്ക്ക് പോകും. അവിടെ വന്ന സമയത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോടും ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ ജേക്കബ് സാറും ഉണ്ടായിരുന്നു. അദ്ദേഹം ജേക്കബിനോട് ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ ഇപ്പൊ തന്നെ എന്റെ വീട്ടിൽ ഒരു തമിഴ് 3 പേരുണ്ടായിരുന്നു, ഒരാളെ പിടിച്ച് പോലീസിൽ കൊടുത്തു. എനിക്ക് കൊട്ടേഷൻ ടീമാണോ എന്താണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് എനിക്ക് അറിയില്ല. ഞാൻ നാളെ ജീവിച്ചിരിക്കുമെന്ന് പോലും എന്നെ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മരണഭയം വരെ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ശിവഗിരി മഠാധിപതി പോലും വീട്ടിൽ വന്ന് 1/2 മണിക്കൂറോളം പ്രാർത്ഥനയും അതിനുശേഷം എനിക്ക് അനുഗ്രഹം നൽകിയിട്ട് പോയത്. 1 മണിക്കൂറോളം അദ്ദേഹം വീട്ടിൽ നിന്ന് സംസാരിച്ചു. എന്നെ പല രീതിയിൽ എന്നെ മാനസികമായി ചാനലുകളിലൂടെ എന്ത് വളരെ മോശം, എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള അസഭ്യങ്ങളാണ് വിളിച്ച് ശ്രീ PC ജോർജ് ഒക്കെ സംസാരിച്ചത്. അപ്പൊ ഇതൊക്കെ നമ്മളെ മാനസികമായി തളർത്തുക, മറ്റു സ്ഥലങ്ങളിലൂടെ സമ്മർദ്ദം ചെലുത്തുക, ഒരു സ്ഥലത്തിലൂടെ വധഭീഷണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ തമിഴിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് കേസ് പോലും FIR പോലും എടുക്കാൻ പോലീസ് വിട്ടയക്കുക. അപ്പൊ എവിടെ നിന്നോ തീർച്ചയായിട്ടും ഡോക്ടർ ബിജു രമേശ്, അത് താങ്കൾ ഇവിടെ അന്ന് കഴിഞ്ഞ ചർച്ചയിലും വിശദീകരിച്ചാണ്. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും താങ്കൾക്ക് പിന്തുണ നൽകണമെന്ന് കരുതുന്നവർക്കുള്ള ഒരു സംശയം ഇതാണ്, താങ്കൾ എത്രമാത്രം ഈ കാര്യത്തിൽ മുന്നോട്ട് തന്നെ ഉണ്ടാകും, എന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങൾ താങ്കൾക്കുണ്ടോ എന്നുള്ളതാണ്. താങ്കൾ ആ കാര്യത്തിൽ ഒരു ആവർത്തി കൂടി എന്ത് ഉറപ്പാണ് നൽകുക? കൂടി ഞാൻ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ അത് എന്റെ ഒരു രക്ഷാ കവചമായിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അല്ലാതെ എനിക്ക് ആരെയും രക്ഷിക്കുന്നതിനോ സത്യം പറയുന്നതിനോ ബാക്കി പറയുന്നതിനോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ എന്നെ ഇത്രയും മാണി സാറിനെതിരെ പറഞ്ഞിട്ട് പോലും നിയമമന്ത്രി തന്നെ ഇപ്പോഴും നിയമം കൈകാര്യം ചെയ്യുന്നു. ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മാണി സാറിന്റെ മകൻ സാക്ഷികളെ നേരിട്ട് വിളിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്ന മീറ്റിംഗിൽ പോലും ജോസ് കെ മാണി വിളിച്ച് സംസാരിക്കുന്നു. സെറ്റിൽമെന്റ് ഉണ്ടാക്കണം, ബിജു രമേശിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം, അതിനെക്കുറിച്ചുള്ള സംഭാഷണ ഇതെല്ലാം ഡീറ്റെയിൽ വിജിലൻസ് നൽകിയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ശ്രീ ജോസ് കെ മാണി തീർച്ചയായും സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ശ്രീ ബിജു രമേശ് ഉയർത്തിയ ആരോപണം ഒരു ബാർ മുതലാളി ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേൾക്കണ്ട എന്നുള്ള വാദം, അങ്ങനെയാണെങ്കിൽ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞ കാര്യങ്ങൾ അതെന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന ചോദ്യം മറുചോദ്യം ഉയർത്തുമ്പോൾ അത് വേറെ രീതിയിലാണ് UDF-ൽ നിന്ന് പുറത്തു പോകാൻ പോകുന്ന ഒരാൾ പറയുന്ന കാര്യമായി. അങ്ങനെ ഒരുപാട് വാദങ്ങൾ നിരത്തുമ്പോൾ എന്താണ് ഈ കേസിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോ? ഇനി മുന്നോട്ട് പോകുമ്പോഴും ബജറ്റ് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ മാണി സാറിനുണ്ടാകുന്ന തടസ്സത്തെക്കുറിച്ച് ഡോക്ടർ തോമസ് ഐസക് പറയുന്ന കാര്യങ്ങളിലെ അതെത്രമാത്രം ആ സമരത്തിന് ശക്തിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ശ്രീ ആന്റണി രാജു കൂടി നമ്മളോടൊപ്പം ചേർന്നു. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ ശ്രീ PC ജോർജ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോടും പറഞ്ഞു കഴിഞ്ഞു. കുടുംബവാഴ്ച അനുവദിക്കില്ല, പ്രതിച്ഛായ തകർന്നിരിക്കുന്നു, ഒപ്പം ജോസ് കെ മാണിയെ പോലുള്ളവർക്ക് ഇനി പാർട്ടി ഏറ്റെടുക്കാൻ പറ്റില്ല, വലിയ മുതിർന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശ്രീ ജോസ് കെ മാണി പാർട്ടി ഏറ്റെടുത്താലുള്ള കുഴപ്പം? പുതിയ ആളുകളല്ലേ വരേണ്ടത്? അല്ല, PC ജോർജിൻ്റെ അഭിപ്രായം തികച്ചും വ്യക്തിപരം, കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നിൽ ഇപ്പോൾ അങ്ങനെയുള്ളൊരു അജണ്ടയില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടില്ല. ഇത് PC ജോർജിൻ്റെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അതിന് അദ്ദേഹം തന്നെയാണ് മറുപടിയും പറയുന്നത്. പക്ഷേ ശ്രീ ആന്റണി രാജു, ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. കെ മാണി സാർ എന്ന് പറയുന്ന ഒരാൾക്കെതിരായിട്ട് ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. ആ ആരോപണം മുൻകാലങ്ങളിൽ കോൺഗ്രസ് കെ കരുണാകരൻ ചെയ്തതുപോലെ, AK ആന്റണി ചെയ്തതുപോലെ, മുൻ മന്ത്രിമാരൊക്കെ ചെയ്തതുപോലെ, എല്ലാ പക്ഷത്തുള്ളവർ ചെയ്തതുപോലെ ഒന്ന് മാറി നിന്ന് രാജിവെച്ച് ധാർമ്മികത തെളിയിച്ച് അന്വേഷണം നടത്തി ഇതാ മാണി സാർ പരിശുദ്ധനായി എത്തിയിരിക്കുന്നു എന്ന് പറയേണ്ട പാർട്ടി അത് ചെയ്യാതെ ആളില്ല ഇനി ഈ പാർട്ടിയിൽ, അതേ അവിടെ നിൽക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണം വിട്ടുപോയല്ലോ. സരിത കേസിൻ്റെ കാര്യത്തിൽ കോറി ഉടമകളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ നായർ അദ്ദേഹം സരിതയെ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പോയി, ഉമ്മൻചാണ്ടിയുടെ നേരിട്ട് കൊടുത്തു കാശ്, ലക്ഷങ്ങൾ എണ്ണിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസ് എന്തെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ? അതും കേട്ടുകൊണ്ട് പ്രതിപക്ഷം വലിയ സമരവുമായിട്ട് ഇറങ്ങിയിട്ട് ആ കേസ് കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ? അല്ലല്ല, ഞാൻ അതിലേക്ക് മുമ്പ് അങ്ങ് പറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്രയധികം ആരോപണം എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. ഞാൻ പറഞ്ഞോട്ടെ, അല്ല ഉണ്ണിത്താൻ പറഞ്ഞ മറുപടി ഞാൻ പറയാം. കാരണം അത് അടിസ്ഥാനരഹിതമായ, സത്യസന്ധമല്ലാത്ത, നിജസ്ഥിതി ഇല്ലാത്ത, വസ്തുതകൾക്ക് നിരക്കാത്ത കോടതി പോലും പറഞ്ഞു. AK ആന്റണി മുമ്പ് രാജിവെച്ചപ്പോ, ശ്രീ കെ കരുണാകരൻ രാജിവെച്ചപ്പോ അതൊക്കെ അടിസ്ഥാനമുള്ളതായിരുന്നോ?
ചിലപ്പോൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകും. ധാർമ്മികത ജനങ്ങളാണ് വലുത്. ജനങ്ങളുടെ മുമ്പിൽ അത് തെളിയിക്കണം, എന്നിട്ട് തിരിച്ചു വരണം. ഈ കേസിലെ ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു തെളിവിന്റെ ഒരു അംശം കൊടുക്കാൻ ശ്രീ എ കെ ആന്റണിക്കും ശ്രീ കെ കരുണാകരനും ഒക്കെ ഇല്ലായിരുന്നതിനേക്കാൾ തെളിവുകൾ ശബ്ദരെ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ 3 മണിക്കൂറിനകത്ത് കെ എം മാണി കാശ് മേടിക്കുന്നതിന്റെ ദൃശ്യരേഖ ഹാജരാക്കും. കെ എം മാണി ഇത് കോടതിയല്ല, അത് കോടതി തെളിയിക്കട്ടെ. ഞാനിപ്പോ ലാല് പറഞ്ഞപ്പോ ബിജു രമേശ് ഒരു ആരോപണം പറഞ്ഞു, ശ്രീ പി സി ജോർജ് അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന്. മാതൃഭൂമി ചാനലിലെ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ആ ചർച്ച കഴിഞ്ഞ് ഞാൻ വേണുവിനോട് പറഞ്ഞു, ഇത് ശരിയായില്ല, ശുദ്ധ അസംബന്ധവും മര്യാദകേടുമാണ്. കാരണം പി സി ജോർജ് തന്തയ്ക്ക് വിളിച്ചത് ശ്രീ ബിജു രമേശിനെ വിളിക്കാത്തതായിട്ട് ആരുണ്ടെന്ന് ചോദിച്ചാൽ മതി, മനസ്സിലായല്ലോ. ഞാനും ഇപ്പോൾ ഒരു ചർച്ച കഴിഞ്ഞിട്ട് അദ്ദേഹം തന്തയ്ക്ക് വിളിക്കാത്തതായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പി സി ജോർജിന്റെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ഏതാണ്ട് വിളിച്ചിട്ടുണ്ട്. സർക്കാർ ചീഫ് വിപ്പാണ്. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പോട്ടെ, അത് പോട്ടെ. പിന്നെ ബിജു രമേശും അവസാനം ശ്രീ പി സി ജോർജിനെ ബാസ്റ്റാർഡ് എന്ന ചർച്ചയെ വിളിച്ചിട്ടുണ്ട്. അതോടെ ഇരിക്കട്ടെ, അത് മാറ്റിവെക്കുന്നു. 83 ദിവസമായി ഈ ആരോപണം അദ്ദേഹത്തെ ഉന്നയിച്ചിട്ട്. ഈ 83 ദിവസത്തിനകം ഒരു മണ്ണ് ശ്രീ ബിജു രമേശിന്റെ ദേഹത്ത് ആരെങ്കിലും നുള്ളിയിട്ടോ? നമ്പർ 1. നമ്പർ 2, 83 ദിവസമായി ഈ ആരോപണം ഉന്നയിച്ചിട്ട്. ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ബാറടക്കമുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഗവൺമെന്റ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് അദ്ദേഹത്തിന്റെ വരുമാനം കുറയ്ക്കുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും നമുക്ക് ആകെ 2 മിനിറ്റ് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ, ഒന്ന്, അദ്ദേഹത്തിന് ശാരീരികമായ ഒരു ഭീഷണി നിലവില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്കൊന്നും സ്ഥാവര ജംഗമ വസ്തുക്കൾക്കില്ല. അല്ല, അദ്ദേഹത്തെ അറസ്റ്റും ചെയ്തില്ല. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, അറസ്റ്റും കൂടെ ചെയ്താൽ നിങ്ങൾ എന്തായിരിക്കും പറയട്ടെ. ഈ വിവാദം ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേരളത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് ഞാൻ ഈ വിവാദം അവസാനിപ്പിക്കാൻ എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ബിജുവിനെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഹാർഡ് ഡിസ്ക് ഞങ്ങളുടെ പോലീസിന് കൊടുക്കേണ്ട. ഇത്രയും വലിയ ആരോപണം നടത്തിയിട്ട് അദ്ദേഹത്തോട് ഒഴിഞ്ഞു പോകാൻ പറയരുത്, അദ്ദേഹത്തെ പിടിച്ചകത്തിടണം. ഇല്ലില്ല, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാം. ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ആരോപണം ഉന്നയിച്ചാൽ ആരോപണത്തിൽ അടിസ്ഥാനം അങ്ങേക്ക് നിയമം അറിയാവുന്ന ആളാണ്. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ 1 കോടി രൂപ ശ്രീ മാണി സാർ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇന്ന് കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതാണ്, മാണി സാറിന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണ്ടേ, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ സ്വത്തൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ. ഇത് പൊതുജനങ്ങളുടെ പേരിലുള്ള ഒരു പരാതിയായിട്ടല്ലേ പോകുന്നത്. ബിജു രമേശ് പറഞ്ഞത് ശ്രീ കെ എം മാണിയുടെ വീട്ടിൽ കൊണ്ട് 1 കോടി രൂപ കൊടുത്ത ആളുകളുടെ പേര് പറഞ്ഞു. ഞങ്ങൾ പോയിട്ടും ഇല്ല, കൊടുത്തിട്ടില്ല. അവിടെ പ്രശ്നം ജനങ്ങൾ ആലോചിക്കുന്നത്, ഇത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട വിജിലൻസ് ഈ ഗവൺമെന്റിന്റെ കീഴിൽ, ആ വിജിലൻസ് മന്ത്രി തന്നെ ഈ കെ മാണി സാറിന്റെ അടുത്ത് പോയിട്ട് വന്ന് തിരിച്ചു പറഞ്ഞു ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന്. അപ്പൊ ഈ വിജിലൻസ് അന്വേഷിക്കുന്നതിൽ ആരെങ്കിലും ഹൈക്കോടതി പോലും പറഞ്ഞെന്താ ഈ അന്വേഷണം തൃപ്തികരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഇനി ഒറ്റ കാര്യം പറയട്ടെ. ഈ കേസിന്റെ തലപ്പത്തിരിക്കുന്നത് വിൻസെന്റ് എം പോളാണ്. 2 ശ്രീ ജേക്കബ് തോമസ് ആണ്. ആളുകൾ പറഞ്ഞോട്ടെ, എന്റെ ബഹുമാന്യനായ സുഹൃത്തും മുൻ മന്ത്രിയുമായ ശ്രീ തോമസ് ഐസക് അടക്കം അംഗീകരിക്കുന്ന 2 ഉദ്യോഗസ്ഥന്മാരാണ് വിൻസെന്റ് എം പോളും ജേക്കബ് തോമസും. പിന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നവരെ ജേക്കബ് തോമസിനെ ആ പദവിയിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് വിശ്വാസം കേരളത്തിലെ മുഖ്യമന്ത്രിയാണോ അതേ ഒരു ബാർ വ്യവസായിയാണോ? ഡോക്ടർ തോമസ് ഐസക്, എന്തായാലും പ്രതിപക്ഷം വലിയ ശക്തമായ സമരം, ബഹിഷ്കരണം, ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല. ഇതാണ് സമരത്തിന്റെ ഗതി ഉണ്ടാവും. സരിതാ സമരത്തിന്റെ ഗതി ഭീഷണിയാണ് സരിതാ സമരത്തിന്റെ ഗതി. ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, സമയമില്ല. ശ്രീ മായിൻ ഹാജി, എനിക്ക് അങ്ങ് അവിടെ നിന്ന് കേൾപ്പിക്കാം, സമയമില്ല. ശ്രീ ഡോക്ടർ തോമസ് ഐസക്, ഏതായാലും ആ കേസ്, സോളാർ കേസ് നിങ്ങൾ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എന്നോടൊക്കെ ഉള്ളവരെ തെളിവിന് വിളിച്ചിട്ടുണ്ട്. ഈ ശ്രീധരൻ നായർ അവിടെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടഞ്ഞു തീർന്നു എന്നൊന്നും കരുതി ആരും ആശ്വസിക്കണ്ട. രണ്ടാമത്തത്, ജുഡീഷ്യൽ കമ്മീഷനെ അംഗീകരിച്ചതിൽ ഞങ്ങൾക്ക് ആശ്വാസം. നിങ്ങൾ ഇത്ര കടന്ന് ബഹളം വെച്ചിട്ടും നിങ്ങളുടെ ആകെയുള്ള കേസ് എന്താ? ഇത് കൊടുത്തു എന്ന് പറഞ്ഞവർ മൊഴി കൊടുക്കാൻ വരുന്നില്ല. കൊടുത്തു എന്ന് ഇവിടെ ശബ്ദരേഖ തന്നെ പറയുന്നു, എന്നിട്ടും അവർ വരുന്നില്ല. ഞാൻ എത്തിച്ചേരുന്ന ഗുണം എന്താണെന്നറിയാമോ? നാട്ടിലെ സാധാരണക്കാർ എത്തിച്ചേരുന്ന ഗുണം എന്താണെന്നറിയാമോ? നിങ്ങളെ ഇവരുമായിട്ട് ഒത്തുതീർപ്പെത്തി. നിങ്ങൾ ഇവർക്ക് ബിയർ ആൻഡ് വൈൻ പാർലർ നാളെ
ഏപ്രിൽ മുതൽ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ മേടിച്ചു ഞാൻ ഒറ്റ ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ. അങ്ങ് ഇതെല്ലാം പറഞ്ഞല്ലോ. ഈ ബിജു രമേശ് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം പറഞ്ഞെന്താ, എന്റെ കയ്യിൽ മാണി സാർ കാശ് വാങ്ങിക്കുന്നില്ല, ദൃശ്യരേഖയുണ്ട്, ശബ്ദരേഖയുണ്ട്, 3 മണിക്കൂറിനെ കൊടുക്കുക. അദ്ദേഹം അതെങ്കിലും കൊടുത്തോ? 22 മണിക്കൂറുള്ള CD ഉണ്ട് ലോക്കറിൽ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, അദ്ദേഹം ഒന്ന് പുറത്തു വിടട്ടെ. അത് വരുമ്പോൾ കെ എം മാണി നിരപരാധിയാണ്. ആന്റണി രാജു, നിങ്ങളതൊക്കെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. ബിജു രമേശ് നഗറിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിന്റെ വക്കാലത്ത് നിന്ന് എടുത്തിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ശബ്ദരേഖയുണ്ട്. അതിൽ ഈ ബാർ ഉടമസ്ഥന്മാരെല്ലാം ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഈ ശബ്ദരേഖ നിഷേധിച്ചിട്ടുമില്ല. എന്നിട്ടപ്പൊ സാമാന്യ ബുദ്ധിയുള്ള ഞങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഒത്തുതീർപ്പെത്തി, ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ കിടന്ന് ആ ബിജു രമേശിനെ ബാർഡോകൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഇനി സമരം ചെയ്യാൻ പോകുന്നത്. ശ്രീ മായിൻ ഹാജി, ഒരു 10 സെക്കൻഡിൽ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ പറയാം. സമയം എക്സീഡാണ്. ശ്രീ മായിൻ ഹാജിയുടെ പറഞ്ഞിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങയിലേക്ക് ഒരു 10 സെക്കൻഡ്. എന്തെങ്കിലും ഒന്ന് പറയാനല്ല, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ മായിൻ ഹാജി അങ്ങനെ നിലപാടെടുത്തത്. അല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു. ആ ജില്ലാ സമ്മേളനങ്ങൾ തോമസ് ഐസക് സർ പറഞ്ഞല്ലോ, സോളാർ കേസ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ജുഡീഷ്യൽ അതിനാണ് മറുപടി വേണ്ടത്. കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നില്ലെന്ന് എന്റെ മുൻ ധനകാര്യമന്ത്രി പറഞ്ഞു. നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ അദ്ദേഹം. കാരണം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ ധനമന്ത്രി ഒറ്റ സെക്കൻഡ്. ഈ ബഡ്ജറ്റ് കെ എം മാണി കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിച്ചാൽ ശ്രീ തോമസ് ഐസക് MLA സ്ഥാനം രാജിവെക്കൂ. ഞങ്ങൾ അവതരിപ്പിക്കും. ഞാൻ മുമ്പേ പറഞ്ഞ CBI അന്വേഷണം BJP യുടെ നിപ്പുണ്ട്. ബിജു രമേശിന്റെ കൂടെ BJP നാളെ ശക്തി കൂട്ടിച്ചേർന്നാൽ ഓർത്തു. തിരിച്ചറിയുന്ന ഇടതുപക്ഷം അതിനനുവദിക്കുമോ അതോ കെ എം മാണി സാറിന്റെ ഉയർത്തിയിരിക്കുന്ന ഈ സമരം എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ച് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ പ്രതിച്ഛായയും ഉയർത്തിപ്പിടിക്കാൻ തന്നെ ഇടതുപക്ഷവും ശ്രമിക്കുമോ? അത് തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ തോമസ് ഐസക്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ മായിൻ ഹാജി, ശ്രീ ആന്റണി രാജു, ശ്രീ ജേക്കബ് ജോർജ്, ഡോക്ടർ ബിജു രമേശ്.